വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നമുക്ക് ടാൻജൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ലൈൻ ഇൻ്റർസെക്ട് ദ സർക്കിൾ അറ്റ് ഓൺലി 1 point. PA and PB are tangents. ടാൻജൻസിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുന്നത്. കൺസ്ട്രക്ഷൻസൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇൻ സർക്കിൾ, പിന്നെ വേറെ ആംഗിൾസ് തന്നിട്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഞാൻ കൺസ്ട്രക്ഷൻ അല്ലാത്ത ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. This angle is 20 degree. 1. Find angle AOB. Angle AOB നമുക്കറിയാം, OA ആൻഡ് OB എന്താണ്? റേഡിയസ് അല്ലേ? OA OB റേഡിയസ് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ദിസ് ആംഗിൾ ഈസ് 20. സോ ദിസ് ആംഗിൾ ഈസ് ഓൾസോ 20 ഡിഗ്രി. ഇത് 20 ആണെങ്കിൽ ഇതും 20 ആയിരിക്കും. നമ്മൾ എഴുതേണ്ടത് OA is equal to OB. Therefore, angle OBA that is equal to 20. 20 plus 20, 40. So, sum of all angles of a triangle is 180 degree. So, angle AOB is equal to 180 minus 40. That is 140. നമുക്കിത് എത്ര കിട്ടി? 140. അതിനകത്തൊരു പാർട്ട് കൂടെ ഉണ്ട്, 3-4 പാർട്ടുണ്ട് ഇതിൽ. ഇനി അതിൽ സെക്കൻഡ് പാർട്ട്. ഫൈൻഡ് ആംഗിൾ സി. നമ്മൾ ഫസ്റ്റ് സർക്കിളിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ACB. നമുക്കിങ്ങനെ ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ അതിനകത്ത് നിൽക്കുന്ന ആർക്ക് എന്ന് പറയുന്നത് ഏതാണ്? ARB ആണ് അല്ലേ? ACB അതാണ് നമുക്ക് കാണേണ്ടത്. ഈ ആർക്ക്, അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ ആർക്കിൻ്റെ എൻ പോയിൻ്റ് എവിടെ ജോയിൻ ചെയ്യണം? സെൻറ്ററിലോട്ട്. ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ 140 ആണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് ആയിരിക്കും ഏത്? ആംഗിൾ സി. ആംഗിൾ സി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 140. ദാറ്റ് ഈസ് 70 ഡിഗ്രി. നമുക്ക് 70 കിട്ടി. ഇനി തേർഡ് ആംഗിൾ. ഫൈൻഡ് ആംഗിൾ പി. തേർഡ് പാർട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ. PA and PB are tangents. Angle AOB and angle P are always supplementary. Means this angle plus this angle is always 180 degree. നമുക്ക് അതും 1 മാർക്കിന് ചോദിക്കാൻ വേണമെങ്കിൽ, ഇപ്പോൾ ഇവിടെ 140 എന്നിട്ട് പി അത് മാത്രമായിട്ട് ചോദിക്കാം. അപ്പോൾ ആംഗിൾ പി കാണുന്ന എന്ത് ചെയ്താൽ മതി? 180 മൈനസ് 140. ദാറ്റ് ഈസ് 40 ഡിഗ്രി. PAയും PBയും ടാൻജൻ്റ് ആണെങ്കിൽ ആംഗിൾ അറ്റ് ദിസ് സെൻറ്റർ ബിറ്റ്വീൻ റേഡിയൈ, ഈ ആംഗിളും ഈ പിയും കൂടെ എപ്പോഴും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 180 ഡിഗ്രി. ക്വസ്റ്റ്യൻ നമ്പർ 4. നമ്പർ 4 അല്ല, ഫോർത്ത് പാർട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് ആംഗിൾ, ഫൈൻഡ് ആംഗിൾ ആർ. ACBR സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും എത്ര കിട്ടും? 180. Therefore, angle R is equal to 180 minus 70. 110 degree. Question number 2.
Find this angle and this angle. Find AOB. AP is a tangent. This angle is equal to 70 degree. Find angle AOB and angle C. PAB. രണ്ട് രീതിയിലും നമുക്ക് ആംഗിൾ AOB C കാണാം. PAB അല്ലേ, PA ഒരു ടാൻജൻ്റാണ്, AB ഒരു കോഡാണ്. ഈ ടാൻജൻറ്റിൻ്റെ ഈ കോഡിൻ്റെ ഇടയിലുള്ള ഈ ആംഗിൾ 70 ആണെങ്കിൽ ഈ കോഡിൻ്റെ എൻ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? AB. അപ്പോൾ അത് നമ്മൾ ആർക്ക് നോക്കരുത്, ഇതിൻ്റെ റിമൈനിങ് ഈ ആർക്കിൽ എയിൽ നിന്നും തുടങ്ങി ബിയിൽ വരുന്ന ആംഗിൾ ഏതുണ്ടെന്ന് നോക്കുക. ACB. PAB 70 ഡിഗ്രി. അപ്പോൾ അതിൽ കോഡിൻ്റെ എൻ പോയിൻ്റ് ഏതൊക്കെയാണ്? AB. നമ്മൾ നോക്കേണ്ടത് എയിൽ നിന്ന് തുടങ്ങുക, ഈ ബിയിലെത്തുന്ന ഏത് ആംഗിൾ ഇവിടെ ഉണ്ടോ എന്ന് നോക്കണം. ഈ ആർക്കിൽ ACB. ഇപ്പോൾ PAB ഏതിനോട് ഈക്വൽ ആയിരിക്കും? ACB 70 ഡിഗ്രി. ഇനി നിങ്ങളിത് മറന്നു പോയെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും ഇത് കണ്ടുപിടിക്കാം. ഇത് ടാൻജൻറ്റിൻ്റെ കോഡിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ വെച്ച് നമുക്ക് അങ്ങനെ. ഇനി അതല്ല, വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ O സെൻറ്ററാണ്, A പോയിൻ്റ് ഓഫ് ടാൻജൻസി ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ OAP എന്ന് പറയുന്നത് നമുക്കറിയാം എപ്പോഴും എത്രയാണ്? 90 ഡിഗ്രി. ഇത് 70 ആണെങ്കിൽ ഇവിടെ എത്ര കിട്ടും? 20 ഡിഗ്രി. അപ്പോൾ ആംഗിൾ OAB. OAയും OBയും എന്താണ്? റേഡിയൈ. ഇത് 20 ആണെങ്കിൽ ഇതും 20 വരും. Therefore angle AOB is equal to 180 minus 40. 140. അപ്പോൾ നമുക്ക് AOB കിട്ടി. ഇനി ACB. എനിക്കിന്ന് ആർക്ക് ഇത് ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് 140. അപ്പോൾ ഇതിൻ്റെ ഹാഫ് ആയിരിക്കും ഇവിടെ വരുന്നത്. ആംഗിൾ C എത്ര കിട്ടും? ഹാഫ് ഇൻറ്റു 140. നിങ്ങൾക്ക് ഇങ്ങനെയും 70 കാണും. രണ്ട് രീതിയിൽ കാണും. ACB is a right angled triangle. സിമ്പിൾ എന്താ അറിയാലോ? 90 ഡിഗ്രി. സർക്കിൾ വരയ്ക്കാനാണ് പാട്, റഫായിട്ട്. ആംഗിൾ OAB, angle C is equal to 90 degree is first question. ORCQ is ORCQ a square. ഇതൊരു നമ്മളിപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്ത ഇതൊരു സ്ക്വയർ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് ടാൻജൻ്റ് ആണല്ലോ. ഇവിടെ എന്ത് വരും? 90 ഡിഗ്രി. ദിസ് ഈസ് 90. 90 90 90. അപ്പോൾ ഫോർത്ത് ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 360 മൈനസ് 270 90. ഇനി CQവും CRും എന്താണ്? ടാൻജൻസ് ആണ്. ഓൾ ആംഗിൾസ് ആർ ഈക്വൽ. ഈച്ച് ആംഗിൾ ഈസ് 90 ഡിഗ്രി. അഡ്ജസൻറ്റ് സൈഡ്സ് ആർ ഈക്വൽ. നമുക്കതുകൊണ്ട് എന്ത് പറയാം? S ORCQ ഈസ് എ സ്ക്വയർ. ഇനി ORും OQ എന്താ? റേഡിയസ്. അപ്പം നമുക്കിതും 6 ആയിട്ട് എടുക്കാം അല്ലേ. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട്, ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സ്വർണോ സ്ക്വയർ ആണോ അല്ലേ? സെക്കൻഡ് പാർട്ട്, പ്രൂവ് ദാറ്റ് A plus B minus C is equal to 2R. A എന്ന് പറയുന്നത് ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ് BC,
സ്മോൾ a, ബിയുടെ ഓപ്പോസിറ്റ് ക്യാപിറ്റൽ AC, സ്മോൾ b, AB, C. ഇവിടെ a പ്ലസ് b മൈനസ് c ഈസ് ഈക്വൽ ടു 2r എന്ന് പ്രൂവ് ചെയ്യണം. ഇതിൽ ആർ സിയും സി ക്യൂവും ടാൻജൻ്റ് ആണ് അല്ലേ. സി ആർ ഇസ് ഈക്വൽ ടു സി ക്യൂ. എ പിയും എ ആറും എന്താണ് ടാൻജൻസ്. അതുപോലെ ബി ക്യൂവും ബി പിയും ടാൻജൻ്റാണ്. ബി പി ഇസ് ഈക്വൽ ടു ബി ക്യൂ. ഇത് ഫുൾ ലെങ്ത് ബി സി എത്രയാണ്? എ മൈനസ് ആർ. എ മൈനസ് ആർ. ദിസ് ഈസ് ഓൾസോ എ മൈനസ് ആർ. എ ആർ ഇസ് ഈക്വൽ ടു എ പി. എ ആർ ബി മൈനസ് ആർ. ദിസ് ഈസ് ഓൾസോ ബി മൈനസ് ആർ. ബി മൈനസ് ആർ പ്ലസ് എ മൈനസ് ആർ നമുക്ക് എന്ത് കിട്ടും? സി. ബി മൈനസ് ആർ പ്ലസ് എ മൈനസ് ആർ ഇസ് ഈക്വൽ ടു സി. എ പ്ലസ് ബി മൈനസ് സി ഇസ് ഈക്വൽ ടു 2r. നമ്പർ ഇട്ടും ചോദിക്കാം. ഫൈൻഡ് റേഡിയസ് അങ്ങനെ തിരിച്ചും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ 90 വരുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കുക ഇതൊരു സ്ക്വയർ ആയിരിക്കും. PR is equal to 4 centimeter. AB 6 centimeter. Find PA. PR is a tangent. ഇതാണ് ക്വസ്റ്റ്യൻ. PR is a tangent. PAB is a secant. PA നമുക്ക് തന്നിട്ടില്ല, അത് കാണണം. AB 6 centimeter. നോക്കി ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്താ? എപ്പോഴും നമ്മൾ ഈ ഔട്ട്സൈഡ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി ആർ സ്ക്വയർ. പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി ആർ സ്ക്വയർ. നമുക്ക് പി എ തൽക്കാലം നമുക്കൊരു എക്സ് എന്നൊരു ലെറ്റർ കൊടുക്കാം, എഴുതാൻ സൗകര്യം. എക്സ് ഇൻറ്റു വിതിൻ ദ ബ്രാക്കറ്റ് എക്സ് പ്ലസ് 6. 4 സ്ക്വയർ 16. നമുക്ക് സോൾവ് ചെയ്യണം. എക്സ് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, പ്ലസ് 6x മൈനസ് 16 0. രണ്ട് നമ്പർ ആഡ് ചെയ്ത പോസിറ്റീവ് 6 കിട്ടണം, ഇൻറ്റു ചെയ്ത നെഗറ്റീവ് 16 കിട്ടണം. അപ്പോൾ പ്രോഡക്റ്റ് നെഗറ്റീവ് വരുമ്പോൾ നമുക്കറിയാം ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവ് ആയിരിക്കും. സം പോസിറ്റീവ് കിട്ടണമെങ്കിൽ അതിൽ തന്നെ വലിയ നമ്പറിൻ്റെ കൂടെയുള്ള സൈൻ എന്തായിരിക്കണം? നമ്മൾ പോസിറ്റീവ് കൊടുക്കണം. എക്സ് പ്ലസ് 8. 8 ഇൻറ്റു 2 8. ഇവിടെ -2 കൊടുക്കുക. നോക്കി ഇവിടെ എക്സിന് 2 വാല്യൂ കിട്ടും, ഒന്ന് -8 ഒന്ന് +2. നമ്മൾ സൈഡ് നമ്മൾ നെഗറ്റീവ് 8 സെൻറ്റിമീറ്റർ അങ്ങനെ പറയത്തില്ല അല്ലേ. അപ്പം നമ്മൾ എന്തെടുക്കണം? എക്സ് -2 ഈസ് ഈക്വൽ ടു 0. നമ്മൾ ഫൈനൽ ആൻസറാണ്, യൂണിറ്റ് ചേർത്തൊന്ന് എഴുതണം. Therefore, PA is equal to 2 centimeter. Question number 5. ABCD is a quadrilateral. The circle touches the sides at P, Q, R, S. To prove AB plus CD is equal to
AD plus BC. AP is equal to AS. Tangents are equal. BP is equal to BQ. CR is equal to CQ. DR is equal to DS. Tangents are equal in length. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? AB plus CD പ്രൂവ് ചെയ്യേണ്ട LHS ലെഫ്റ്റ് സൈഡ് അല്ലേ? നമുക്ക് എഴുതാം AB plus CD. AB യെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? AP plus BP. CD യെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? CR plus DR. AP ഏതിനോട് ഈക്വലാണ്? ASനോട്. BP BQവിനോട്. CR CQ. Sorry, CQ is equal to CQ. CR is equal to CQ. DR DS. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ASഉം DSഉം കൂടെ ഗ്രൂപ്പ് ചെയ്യണം. ഒക്കെ തന്നെ എഴുതാം. ഓക്കെ, ASഉം DSഉം കൂടെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ AS പ്ലസ് DS പ്ലസ് BQ പ്ലസ് CQ. നമുക്ക് ആൻസർ എന്ത് കിട്ടും? AD പ്ലസ് BC. Question number 6. PA and PB are tangents. Find PB. 2. Find OP. 3. Find area of quadrilateral OAPB. നമുക്കറിയാം PA and PB എന്താണ്? ടാൻജൻസ്. ടാൻജൻസ് ആർ ഈക്വൽ ഇൻ ലെങ്ത്. അപ്പോൾ PA 12 സെൻറ്റിമീറ്റർ ആണെങ്കിൽ PB എന്തായിരിക്കും? 12 സെൻറ്റിമീറ്റർ. A പോയിൻ്റ് ഓഫ് ടാൻജൻസി, O സെൻറ്റർ. ഈ റേഡിയസ് എപ്പോഴും ടാൻജൻറ്റിന് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ? നമുക്ക് പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്ക് എന്ത് കാണാം? OP. സെക്കൻഡ് പാർട്ട് OP സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. എന്തായിരിക്കും? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. 144 plus 25, that is 169. OP is equal to root of 169, that is 13 centimeter. In third part, area of OAPB 12 12 5 5. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് അല്ലേ? നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ സെയിം അപ്പം നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടാൽ അതിൻ്റെ ഡബിൾ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഫുൾ ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ കിട്ടും. 2 ഇൻറ്റു ഏരിയ ഓഫ് OAP, ഏരിയ ഓഫ് ട്രയാങ്കിൾ OAP, ഹാഫ് BH. 2 ഇൻറ്റു ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 12. 2 cancel, 60. So answer is 60 square centimeter.
റഫ് ഫിഗർ വരയ്ക്കാനാണ് പാട്ട്. ഇതാണ് പോയിന്റ് ഓഫ് ടാൻജൻസ്. പി ക്യു ആർ. This is A, this is B. PA is equal to 12 centimeter. AQ is equal to 3 centimeter. RB is equal to 4 centimeter. A. Find PB. B. Perimeter of triangle PQR. PA is equal to PB. Tangents are equal. First part അത്രയും. ഇനി സെക്കൻഡ് പാർട്ട്. QA. Find the perimeter of triangle PQR. QA is equal to QS, that is equal to 3 centimeter. RS is equal to RB, 4 centimeter. Perimeter of a triangle in the sum of 3 sides. Perimeter is equal to perimeter of triangle PQR. PQ plus QR plus PR. PQ. The full എത്രയാണ് 12. 12 minus 3 9. 12 minus 4 8. 3 plus 4. This is 3. This is 3 plus 4 7. 9 plus 8 17 plus 7. Unit centimeter. ഇത് സി ബി എസ് സിക്കാർക്കും 1 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്, കേരളയ്ക്കും ചോദിച്ചിട്ടുണ്ട്. സി ബി എസ് സിക്കാർക്ക് ഇങ്ങനെ ഇത് തന്നിട്ട് എപ്പോഴും ഇതിൻ്റെ ഈ ടാൻജൻ്റ് പി എയുടെ ഡബിൾ ആയിരിക്കും എപ്പോഴും ഇതിൻ്റെ പെരിമീറ്റർ ആയിട്ട് വരുന്നത്. Question number 8. AP 1 centimeter, BQ 2 centimeter, CR 3 centimeter. Find the perimeter of triangle ABC. AP is equal to AR. AP is equal to AR is equal to 1 centimeter. BP is equal to BQ is equal to 2 centimeter. CR is equal to CQ is equal to 3 centimeter. ഇത് 1 ആണെങ്കിൽ 1 3 2. So perimeter is equal to perimeter of triangle ABC. Perimeter of ഷോർട്ട് ആയിട്ട് എഴുതിയുള്ളൂ കേട്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട്. Perimeter of triangle ABC is equal to AB plus BC plus AC. 1 plus 2 3, 1 plus 3 4, 2 plus 3 5 12. Question number 9.
PA is a tangent. OP is equal to 16 centimeter. Find OA and PA. നമുക്കിത് ട്രിഗണോമെട്രിക് റേഷ്യോ വെച്ചും ചെയ്യാം, അല്ലെങ്കിൽ 30-60-90 റേഷ്യോ വെച്ചും ചെയ്യാം. നമുക്ക് ഈ ആംഗിളിൻ്റെ ഇപ്പോൾ ഇവിടെ നമുക്കറിയാമല്ലോ 90 ഡിഗ്രി. ഇതെന്താണ് എപ്പോഴും ഹൈപ്പോട്ടന്യൂസ്, 90യുടെ ഓപ്പോസിറ്റ് സൈഡ്. 30യുടെ ഓപ്പോസിറ്റാണ് OA. 90യുടെ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് ആണ് 16. അപ്പോൾ നമുക്ക് ഏത് റേഷ്യോ എടുക്കാം? sin 30 ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. sin 30 1/2 is equal to OA by 16. Cross multiplication 2OA is equal to 16. So OA is equal to 16/2, 8 cm. ഇനി നമുക്ക് ഈ തന്നിരിക്കുന്ന ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസ് ഏത് റേഷ്യോ എടുക്കാം? cos 30 √3/2 PA by adjacent by hypotenuse. PA is equal to 16 √3/2. That is 8 √3 centimeter. Question number 10. AB and PC. AB is a common tangent to this circle and PC is a common tangent. AB and PC are common tangents. AB is a tangent, PC is a tangent. To prove, P is the midpoint of AB എന്ന് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ PA is equal to PB. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. PA is equal to PC. Tangents are equal. PB is equal to PC. From 1 and 2, we get PA is equal to P. അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ വീഡിയോയുടെ നിങ്ങളെല്ലാവരും നന്നായി ചെയ്ത് പഠിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ. ഓക്കെ, താങ്ക് യു.